التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുൻ നദ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് നമ്മൾ തഖ്ദീരിയായ ഇഅറാബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഫി ഇഅറാബിൽ ഫിഅലിൽ മുദാരിഅ, മുദാരിഅയ ഫിഅലിൻ്റെ ഇഅറാബിലുള്ള ഒരു ഫസ്ലാണ്. യുർഫഉൽ മുദാരിഉ, മുദാരിആയ ഫീലിനെ റഫ്അ ചെയ്യപ്പെടും. ഇദാ കാന ഖാലിയൻ, ആ മുദാരിആയ ഫീൽ ഖാലിയൻ ഒഴിവാകുമ്പോൾ, മിൻ നാസിബിൻ വ ജാസിമിൻ, നാസിബിൽ നിന്നും ജാസിമിൽ നിന്നും, അഥവാ നസ്ബിൻ്റെ അദാത്തുകൾ അതുപോലെ തന്നെ ജസ്മിൻ്റെ അദാത്തുകൾ നിന്നൊക്കെ ഖാലിയാകുമ്പോൾ മുദാരിആയ ഫീലിന് റഫ്അ ചെയ്യപ്പെടും. വദാലിക, ഇങ്ങനെ റഫ് ചെയ്യും എന്നുള്ളത് ബി ഇജ്മാഇൻ നുഹാത്തി, നഹ്വീങ്ങളുടെ ഇജ്മാ കൊണ്ടുള്ളതാണ്, അവർക്ക് തർക്കമല്ല. അത് ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ, ഇബ്നു ഹിഷാം റഹ്മഹുല്ല വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശർഹിൽ. അദ്ദേഹം പറയുന്നുണ്ട്, അജ്മഅൻ നഹ്വിയൂന അല അന്നൽ ഫിഅലൽ മുദാരിഅ, നഹ്വീങ്ങൾ ഇജ്മാ ആയിട്ടുണ്ട് അല അന്നൽ ഫിഅലൽ മുദാരിഅ, തീർച്ചയായും ഫിഅൽ മുദാരി ഇദാ തജറദ മിനൻ നാസിബി വൽ ജാസിമി, നാസിബിൽ നിന്നും ജാസിമിൽ നിന്നും തജറുദായാൽ ഒഴിവായാൽ, കാന മർഫുഅ, അത് മർഫുഅ ആയിരിക്കുമെന്നതിൽ നഹ്വികൾക്ക് ഇജ്മാ ഉണ്ട്. കഖൗലിക യഖൂമു സൈദുൻ വ യഖഉദു അംറുൻ പോലെ. പിന്നെ വ ഇന്നമ ഇഖ്തലഫു, പിന്നെ അവർ ഇഖ്തിലാഫായത് ഫി തഹ്ഖീഖി റാഫിഇ ലഹു, അതിൻ്റെ റാഫിനെ തഹ്ഖീഖ് ചെയ്യുന്നതിലാണ്, മാ ഹുവ, അതാരാണ് എന്നുള്ളതിലാണ്. അപ്പോൾ അത് ഇബ്നു ഹിഷാം റഹ്മഹുല്ല പറഞ്ഞാണ്. പിന്നെ ഇവിടെ ഈ ഷാരിഹ് പറഞ്ഞതൊക്കെ ഇബ്നു ഹിഷാം, ഷാരിഹിൻ്റെ ഷറഹ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇബ്നു ഹിഷാമിൻ്റെ ഷറഹിൻ്റെ പോലെ തന്നെയാണ്. അല്ലാഹു അലം, അതിലെടുത്തതാണെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ വായിച്ചെടുത്തോളം മനസ്സിലായത് ഇബ്നു ഹിഷാം റഹ്മഹുല്ലയുടെ അതേ ഷറഹാണ്, ഏകദേശം ചില വാക്കുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഏതായാലും നോക്കാം. അപ്പോൾ പിന്നെ വ ഇന്നമ ഇഖ്തിലാഫുഹും, ഷാരിഹ് പറയാണ് ഇവിടെ, വ ഇന്നമ ഇഖ്തിലാഫുഹും, അവരുടെ ഖിലാഫ് പിന്നെ ഏതിൽ മാത്ര, ഫി അന്ന റാഫിഅ ലഹു, ആ മുദാരിന് റഫ് ചെയ്യുന്നതാരാണ്, മാഹുവ, അതേതാണ് എന്നുള്ള വിഷയത്തിലാണ് അവർക്ക് ഖിലാഫുള്ളൂ. റഫ് ആണ് എന്നതിൽ ഖിലാഫില്ല. റഫ് ചെയ്യുന്ന ആമിലാര് എന്ന വിഷയത്തിലാണ് ഇപ്പോൾ ഖിലാഫുള്ളത്. ഇനി ഓരോന്നും പറയാണ്. ഫഖാലൽ ഫറാഉ, ഫറാ ഇമാമു പറഞ്ഞു, വ അസ്ഹാബുഹു, അദ്ദേഹത്തിൻ്റെ അസ്ഹാബുകളും പറഞ്ഞു, അറാഫിഉ ലഹു, അപ്പോൾ അറാഫിഉ ലഹു, അതിന് റഫ് ചെയ്യുന്നത്, മുദാരിന് റഫ് ചെയ്യുന്ന ആള്, തജറുദുഹു, ഈ മുദാരി ആയ ഫീൽ തജറുദാവുക, തജറുദ് ഖുലൂ എന്ന് പറഞ്ഞാൽ ഒഴിവാവുക, മുക്തമാകുക, മിൻഹുമ, അവ രണ്ടിൽ നിന്നും ഒഴിവാവുക എന്നുള്ളതാണ്. അവ രണ്ട് പറഞ്ഞാൽ ജാസിമിൽ നിന്നും നാസിബിൽ നിന്നും തജറുദാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് മഅനവിയായ ആമിലാണ്. നമ്മൾ മുബ്തദഅന് ഇബ്നു മാലിക് പറഞ്ഞില്ല, വറഫഉ മുബ്തദഅൻ ബിൽ ഇബ്തിദാ അറിയില്ലേ, എന്നതുപോലെ മുബ്തദഅന് ഇബ്തിദാഇ എന്ന ആരംഭം, തുടക്കം എന്ന മാനവി ആമിൽ, അത് നമുക്ക് ലഫ്ദ് ചെയ്യാൻ കഴിയില്ല, ഉച്ചരിക്കാൻ കഴിയൂല, അത് കാണൂല. അപ്പം മാനവിയ എന്നതുപോലെ ഇതും നാസിബിൽ നിന്നും ജാസിബിൽ നിന്നും ഖാലിയാവുക എന്നുള്ള മാനവിയായിട്ടുള്ള ആ ആമിലാകുന്നു ഫിഅൽ മുദാരിന് റഫ് ചെയ്യുന്നത് എന്നാണ് ഫറാ ഇമാം പറഞ്ഞിട്ടുള്ളത്. അതാണ് അസ്സഹം. അതന്നെയാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ല ഈ ഖിലാഫൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇബ്നു ഹിഷാം റഹ്മഹുല്ല പറഞ്ഞത്, വ അസഹുൽ അഖ്വാലിൽ അവ്വലു തന്നെ, വഹുവല്ലദി യജ്രി അല അൽസിനത്തിൽ മോരിബീന, ഇറാബിങ്ങളുടെ നാവിലൂടെ നടക്കുന്നതും അത് തന്നെ എന്ന് ഇബ്നു മാലിക് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഷർഹിൽ, ഇബ്നു ഹിഷാം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഷർഹിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് മുഖ്യമായ അസഹായ അഭിപ്രായം. ഇനി ചില ആളുകളുടെ മറ്റുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ്. വഖാലൽ കിസാഇ, കിസാഇ ഇമാം റഹ്മഹുല്ല പറഞ്ഞത്, അത് എന്താ പറഞ്ഞത്, അപ്പോൾ അവിടെ കിസാഇ ഇമാമിൻ്റെ അഭിപ്രായമാണ്. വഖാലൽ കിസാഇയു, കിസാഇ ഇമാം പറഞ്ഞത് എന്താ, അത് ഹർഫുൽ മുദാറഅത്തി, ഫിഅൽ മുദാരിൻ്റെ തുടക്കത്തിൽ അത്തൈന പോലത്തെ ഏതെങ്കിലും ഒന്നും ആണല്ലോ മുദാറഅത്തിൻ്റെ ഹർഫ്, ഈ മുദാറഅത്തിൻ്റെ ഹർഫാണ് ഫിഅൽ മുദാരിന് റഫ് കൊടുക്കുന്നത് എന്നാണ് ഇമാം കിസാഇ റഹ്മഹുല്ലയുടെ വാദം. അപ്പോൾ അത് ലഫ്സിയായ ആമിൽ തന്നെ. ഇനി അതിൻ്റെ ഒക്കെ റദ്ദ് താഴെ വരുന്നുണ്ട്. വഖാല സഅലബ്, സഅലബ് ഇമാം പറഞ്ഞതോ, സഅലബ് ഇമാം എന്ന് പറഞ്ഞാൽ കൂഫയിലെ ഷെയ്ഖുൽ കൂഫ എന്നാ. മഹാനവറുകൾ മരിച്ചത് ഹിജറ 291. അപ്പോൾ സഅലബ് ഇമാം പറഞ്ഞത് എന്താ, മുദാറഅതുഹു, ഈ
ഫിയാല് മുദാരീന് മുദാറത്ത് പറഞ്ഞാൽ സാദൃശ്യമുണ്ട്, അതിൻ്റെ മുദാറത്താണ്, ഇതിനോട് സാദൃശ്യമുണ്ടാവലാണ് ലിൽ ഇസ്മിൽ മുത്തമക്കിനി മുത്തമക്കിനായ ഇസ്മിനോട്. മുത്തമക്കിനായ ഇസ്മിനോട് ഫീല് മുദാരിക്ക് ഇതുണ്ട്, സാദൃശ്യം ഉണ്ടല്ലോ. അത് നമ്മൾ തുഹ്ഫൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇസ്തിറാക്ക് തഈനിൻ്റെ വിഷയത്തിൽ, അതുപോലെ മറ്റതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്മ അതുപോലെ തന്നെ ഇസ്മ ഹറക്കാത്ത് സക്കനാത്തിൽ ഇസ്മു ഫായിലിനോട് ഹറക്കാത്ത് സക്കനാത്തിൽ, മുദാരീൻ ആൻഡ് ഇസ്മു ഫായിലിനോട് ഹറക്കാത്ത് സക്കനാത്തിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ മുത്തമക്കിനായ ഇസ്മിനോടുള്ള ഇസ്തിറാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു മുദാരി എടുത്താൽ എഫ് അലു എന്ന് പറഞ്ഞാൽ അത് അത് ഇസ്തിറാക്ക് അഥവാ ഹാലിനെയും അതുപോലെ തന്നെ മുസ്തഖ്ബിലിൻ്റെ മാനെയും രണ്ടും ഉൾക്കൊള്ളും. ഒരു ഇസ്മു നമ്മളെടുത്തു റജുലു എന്നുള്ളത് എടുത്താൽ അത് തഈനില്ലല്ലോ, അതിൽ ഇസ്തിറാക്കാണ്. റജുലിൻ്റെ ബാലിഗായ എല്ലാ പുരുഷന്മാരും എല്ലാ ഫർദുകളും അതിൽ പെട്ടു. എന്നാൽ വെച്ചാൽ അറജുൽ പറഞ്ഞാൽ അത് തഈനായി, ഇന്ന പുരുഷനായി. എന്നതുപോലെ തന്നെ ഫിഅൽ മുദാരിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഖരീനത്ത് കൊടുത്താൽ സയഫ് അലു പോലെ പറഞ്ഞാൽ പിന്നെ അത് മുസ്തഖ്ബിലായി, അപ്പോൾ തഈനായി. അപ്പോൾ ഈ നിലക്ക് നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഈ നിലക്കൊക്കെ മുത്തമക്കിനായ ഇസ്മിനോട്, മുത്തമക്കിൻ എന്ന ഇറാബിന് സാധ്യമായതാ മുത്തമക്കിൻ എന്ന് പറഞ്ഞാൽ, മബ്നീന് ഗൈറു മുത്തമക്കിൻ എന്ന് പറയല്ലോ ആ നിലക്ക്. അപ്പോൾ മുത്തമക്കിനായ ഇസ്മിനോട് ഈ മുദാരിനുണ്ട്, ഈ മുദാരിയായ ഫീലിന് എന്തുണ്ട്, സാദൃശ്യത ഉണ്ട്. അപ്പോൾ ഇതൊരു മാനവിയായ ആമിൽ തന്നെ. ഇതാണ് എന്ത് പറയുന്നത്, സാലബിമാൻ പറയുന്നത്. എന്നാൽ വഖാലൽ ബസരിയൂന, ബസറക്കാർ പറഞ്ഞു, ഓല വാദം എന്താ, ഹുലൂലുഹു മഹല്ലൽ ഇസ്മി, ഇസ്മിൻ്റെ മഹല്ലിൽ ഇത് ഇറങ്ങുന്ന. അപ്പോൾ നമുക്കിപ്പോൾ ഖാമ സൈദുൻ യഖൂമു, സൈദുൻ യഖൂമു എന്നുള്ളിടത്തിൽ സൈദുൻ ഖായിമുൻ എന്നും വെക്കാലോ. ആ നിലക്കാണ് അപ്പോൾ പറഞ്ഞത്. അതാണ് ബസറക്കാർ പറഞ്ഞത് ഹുലൂലുഹു, ഈ മുദാരി ഇറങ്ങും മഹല്ലൽ ഇസ്മി, ഇസ്മിൻ്റെ സ്ഥാനത്ത്. സൈദുൻ ഖായിമുൻ എന്നുള്ളിടത്തിൽ സൈദുൻ യഖൂമു എന്നും വെക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ വില വാദങ്ങൾ ബസറക്കാരെ. എന്നാലും അസഹുഹ അൽ അവ്വലു, ഇതിലൊക്കെ അസഹ ഒന്നാമത്തേതാണ്. ഫറ ഇമാം അദ്ദേഹത്തിൻ്റെ അസ്ഹാബുകളുമാണ്, അഥവാ തജറുദ് ജാസിമിൽ നിന്നും നാസിബിൽ നിന്നും, അതാണ് അസഹ്. വഹുവൽ ജാരി, അതാണ് നടക്കുന്നത്, അല അൽസിനത്തിൽ മൗരിബീൻ, ഇറാബ് പറയുന്നവരെ മൗരിബീങ്ങളുടെ നാവിലൂടെ അത് നടക്കുന്നതും ഇത് തന്നെയാണ്, ഫറ ഇമാമിൻ്റെതാണ്. ബാക്കിയുള്ളപോലെ ഇതൊക്കെ ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി ശറഹ് പറഞ്ഞ കാര്യം തന്നെ ആട്ടാ. വയുഫ്സിദു ഖൗലൽ കിസായി, ഇമാം കിസായി റഹ്മത്തുള്ളാഹിയുടെ വാദത്തെ പൊളിച്ചു കളയുന്നത്, ഫസാദാക്കുന്നത് എന്താ, അന്ന ജുസ് അശ്ശൈഇ, തീർച്ചയായും ഒരു ഷെയ്ഇൻ്റെ ജുസ് ലാ യഅമലു ഫീഹി, അത് എന്തായാലും ആ ജുസ് തന്നെ എന്തെങ്കിലും ഒരു ജുസ്ഇൻ്റെ ഷെയ്ഇ, ആ ഷെയ്ഇൻ്റെ മേലെ ലാ യഅമലു ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അമൽ ചെയ്യൂല, ആ ഷെയ്ഇ തന്നെ അമൽ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ യഫ് ആലു എന്ന് പറഞ്ഞാൽ യഫ് ആലു എന്ന ഷെയ്ഇൻ്റെ ജുസ് ആണല്ലോ യാ, ആ യാ അതിൻ്റെ ഷെയ് ആയ യഫ് ആലുവിൻ്റെ മേലെ പിന്നെന്ത് ചെയ്യൂല, അമൽ ചെയ്യൂല, അത് ചെയ്യൂലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിസായി ഇമാമിൻ്റെ ഖൗലിനെ ഫസാദാക്കി കളഞ്ഞു. പിന്നെ വ ഖൗല സാലബ് ഇമാമിൻ്റെ ഖൗലിനെ പൊളിച്ചു ഫസാദാക്കുന്നത് എന്താ, അന്നൽ മുദാറഅത, ഇവിടെ മുദാറത്ത് ഇസ്മിനോടുള്ള സാദൃശ്യത എന്ന് പറഞ്ഞല്ലോ, അന്നൽ മുദാറഅത, തീർച്ചയായും ഈ മുദാറത്ത്, ഈ സാദൃശ്യത, ഇന്നമഖ്തദത്ത്, അത് തേടുന്നത് ഇറാബഹു, അതിൻ്റെ ഇറാബിനെയാണ്, മിൻ ഹൈസുൽ ജുംല, മൊത്തത്തിലാണ് തേടുന്നത്. കാരണം ഈ മുദാറത്തിൻ്റെ ഈ മുദാറത്ത് ഇസ്മിനോടുള്ള മുദാറത്ത് ലെന്ന് വരുമ്പോഴും, അതുപോലെ തന്നെ ലെന്ന് പോലെ നാസിബിനെ പോലത്തെ ലെന്ന് വരുമ്പോഴും, ജാസിമിൻ്റെ ലെമ്മൊക്കെ വരുമ്പോഴും മുദാറത്ത് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഏതാപ്പോൾ ഇറാബ്? അപ്പോൾ എല്ലാത്തിലും പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്കാൽ അവിടെ കിടക്കും. അതാണ് ഇന്നമഖ്തദത്ത് ഇറാബഹു മിൻ ഹൈസുൽ ജുംലത്തു, മൊത്തത്തിൽ എന്നുള്ള അർത്ഥത്തിൽ, മൊത്തത്തിൽ അതിൻ്റെ ഇറാബിനെ അത് തേടുന്നുണ്ട്. അപ്പോൾ ഏതാ നമുക്ക് ഒരു ഇഷ്കാൽ വരും, ലെമ്മ വന്നാലും ശരി ലെന്ന് വന്നാലും ശരി മുദാറത്ത് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്കാൽ അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു ഇറാബിനെ അത് തേടും, ഏതാന്ന് വ്യക്തമാക്കാൻ കഴിയില്ല. കാരണം 3 സന്ദർഭത്തിലും എന്തുണ്ട്, ആ മുദാറത്തുണ്ട്. അപ്പോൾ പിന്നെ ഏതാന്ന് വ്യക്തമാക്കാൻ കഴിയില്ല. അതാണ് മിൻ ഹൈസുൽ ജുംല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇറാബിനെ തേടുന്നുണ്ട്. ഏതാന്ന് പറയാൻ കഴിയുമോ? ഇല്ല, മൊത്തത്തിൽ മുദാറത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് പോകും. വഅലൽ ഖൗലൈനി, ഈ 2 ഖൗലടിസ്ഥാനത്തിലും യൽസമു റഫ്ഉഹു, അതിന് റഫ് ദായിമൻ, എപ്പോഴും നിർബന്ധമാകും. കാരണം ഇപ്പോൾ ഈ റാഫിയ
ഇപ്പോൾ ഇവിടെ പറഞ്ഞേ കിസായി ഇമാമു പറഞ്ഞത് എന്താ മുദാറത്തിൻ്റെ ഹർഫ് എന്നാ. ഈ മുദാറാത്തിൻ്റെ ഹർഫ് ഏത് സമയത്തും ഉണ്ടല്ലോ, ലമ്മ് വന്നാലും ലെന്ന് വന്നാലും ശരി മുദാറാത്തിൻ്റെ ഹർഫ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഏത് സമയത്തും മുദാറത്തിൻ്റെ ഹർഫ് റഫാണ് കൊടുക്കെങ്കിൽ ഇപ്പോൾ ലൈ എഫ് അല എന്ന് പറയുമ്പോൾ അപ്പോൾ യാ വന്നതുകൊണ്ട് ലൈ എഫ് അലു ഇങ്ങനെ പറയേണ്ടി വരും, എപ്പോഴും റഫ് എന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും മുദാറാത്തും അതങ്ങനെ തന്നെ. മുദാറാത്ത് എന്നുള്ളതാണ് റഫ് കൊടുക്കുന്നതെങ്കിൽ മുദാറാത്ത് എപ്പോഴും ഉണ്ടല്ലോ, അപ്പോൾ എപ്പോഴും റഫ് തന്നെ ലാസിമാക്കും. അതാണ് പറഞ്ഞത് അലൽ ഖൗലനി, രണ്ട് കൗലടിസ്ഥാനത്തിലും യൽസമു റഫ്ഉഹു, ആ മുദാരിക്ക് റഫ് ലാസിമാകും ദായിമൻ എപ്പോഴും. എന്നാ വലാ ഖായില ബിഹി, അങ്ങനെ പറഞ്ഞ ആരും ഇല്ലാനും. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ ഒക്കെ പ്രോബ്ലങ്ങൾ വരും. ഇനി വയറുദ്ദു ഖൗലൽ ബസരീന, ബസ്രക്കാരുടെ കൗലിന് റദ്ദ് കൊടുക്കെന്താ ഇർത്തിഫാഉഹു ഫീ നഹവി, ഇർത്തിഫാഉഹു അത് റഫുടേതായി എന്നുള്ളതാണ്. ഇത് മുദാരിയ റഫ് കിട്ടി എന്നുള്ളത് ബസറക്കാരുടെ കൗലിനെ റദ്ദ് ചെയ്യും. ഫീ നഹവി ഹല്ലാ യഖൂമു പോലെ. ഹല്ലാ യഖൂമു എന്നുള്ളത് എന്താ പ്രശ്നം? ഹല്ലാ തഹ്ദീദിൻ്റെ ഹർഫാണല്ലോ. തഹ്ദീദ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ അദാത്തുകളിൽപ്പെട്ട ഹല്ല, അതുപോലെ ലൗല ലൗമ പോലെ അല പോലത്തതൊക്കെ. അപ്പോൾ അതിൽ പെട്ടതാണ്. അതിന് ശേഷം ഇസ്മ സംഭവിക്കൂലോ. ഇത് കാരണം അതാ പറഞ്ഞത്, ഇതിൽ ഇസ്മു കാരണം ഇസ്മ ലാ യഖഉ ബഅദ ഹർഫി തഹ്ദീദി, തഹ്ദീദിൻ്റെ ഹർഫിന് ശേഷം സംഭവിക്കില്ല എന്നാ. തഹ്ദീദിൻ്റെ ഹർഫിന് ശേഷം സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് ഹല്ലാ യഖൂം ഇപ്പം എന്താ ബസറക്കാർ പറഞ്ഞത്, ഓല് പറഞ്ഞത് ഇസ്മിൻ്റെ മഹലിൽ ഇറങ്ങുന്ന. അപ്പം ഹല്ലാ കേശ് ഇസ്മ വരൂലോ, അപ്പോൾ ഇസ്മിൻ്റെ മഹലിൽ ഇത് ഇറങ്ങാൻ പറ്റൂലോ യഖൂമു. അപ്പോൾ പിന്നെ എങ്ങനെ റാഫി ഈ ഇസ്മിൻ്റെ മഹലിൽ ഇറങ്ങി എന്ന് പറയാ എന്ന് റദ്ദ് കൊടുത്തു. പക്ഷേ ഈ റദ്ദ് അത്ര കവിയല്ല എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മുദാരി ഈ ഹല്ല വരുന്നതിന് മുമ്പേ എന്താണ് മർഫു ആണ്. ഈ ഹല്ല അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ പിന്നെ അതിൻ്റെ മേലെ പ്രത്യേക ഒരു മാറ്റം വരുത്തില്ല. കാരണം ഇതെന്താ, അത് ഗൈറു ആമിലായ ഹർഫാണ്. ഹല്ല ഗൈറു ആമിലാണ്. ഇതുപോലെ നമ്മളെ തസ്വീഫിൻ്റെ സീനൊക്കെ പോലെ സ യഫ്അലു പോലെ ഗൈറു ആമിലാണ്. അപ്പോൾ അതുകൊണ്ടൊരു വാഹിൻ എന്ന നിലക്കൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് അസഹ് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ തന്നെ ഫറ ഇമാമിൻ്റെതാണ്. അതാണ് അധികരിച്ചു മൊഹരിബീങ്ങളുടെ, അതാണ് ആദ്യം പറഞ്ഞ അൽസിനത്തിൽ മൊഹരിബീൻ ഇറാബീങ്ങൾ, ഇറാബ് പറയുന്നവരുടെ നാവിലൂടെ അധികം നടക്കുന്ന കാര്യം നമ്മളൊക്കെ കിതാബുകളിൽ കാണുന്നതും അത് തന്നെയാണ്. ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി മത്തിന് പറഞ്ഞല്ലോ ഫസ്ലുൻ യുർഫുൽ മുദാരിഉ ഖാലിയ മിൻ നാസിബിൻ വ ജാസിമിൻ എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം കൊടുക്കുക. നഹ്വു ഖൗലിക, നിൻ്റെ ഖൗല് പോലെ യഖൂമു സൈദുൻ വ യഖഉദു അംറുൻ. കണ്ടോ? അപ്പോൾ യഖൂമു യഖൂദു ഫീൽ മുദാരി മർഫൂൻ, റഫ് ചെയ്ത ആമിൽ തജറുദുഹു മിനൻ നാസിബിൻ വ ജാസിമിൻ എന്നാണ് നമ്മൾ ഇറാബ് പറയാം. ആമിൽ അതിൻ്റെ ആമിൽ ഇറാബ് പറയുമ്പോൾ ഫീൽ മുദാരിയാണ്, മർഫു ആണ്. റഫ് ചെയ്ത ആമിൽ പറയുമ്പോൾ തജറുദുഹു മിൻ നാസിബിൻ വ ജാസിമിൻ എന്ന മഅനവിയ ആമിലാണ്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.